ഹലോ ഗൈസ്, വെൽക്കം ടു സ്കെൽ. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിരുന്നു കുറച്ച് പേര്. അതായത് ന്യൂ എപ്രിലിയ വാങ്ങുന്നതാണോ അതോ എൻടോർക്ക് വാങ്ങുന്നതാണോ ഏറ്റവും ബെറ്റർ, ഇതിൽ ഏതാണ് ബെറ്റർ എന്ന്. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതേപോലെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഫസ്റ്റ് തന്നെ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്രിലിയുടെ പാർട്സ് വല്ലതും അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ല, അങ്ങനെ വല്ല പ്രശ്നത്തിലാണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. അതായത് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാനിവിടെ ഷോറൂമിൽ നിന്ന് ഞാൻ സാധനം കളക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരണം. ഇതിൽ എനിക്കെന്നല്ല പറഞ്ഞിട്ട് എനിക്ക് ലാഭമൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്രിലിയുടെ പാർട്സ് വേണമെങ്കിൽ കിട്ടുന്നില്ല, അവിടെ ഷോറൂമിലൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇവിടെ പാലക്കാട് ഷോറൂമിൽ സാധനം ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ട് നിങ്ങൾക്ക് കൊറിയർ ചെയ്യണമായിരിക്കും. ഇനി ഓക്കെ, ഞാൻ ഇന്ന് ചിലപ്പോൾ ബാംഗ്ലൂർ പോവുകയാണെങ്കിലും എൻ്റെ കസിൻസ് ഉണ്ട് ഇവിടെ, അവർ പോയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരണമാവും. ഓക്കെ, നിങ്ങൾക്ക് അതുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തേക്ക് കാണാം. എൻടോർക്ക് ഓർ ന്യൂ എപ്രിലിയ SR160. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ എപ്രിലിയ ലവേഴ്സ് ആണെങ്കിൽ ഒരിക്കലും ഇത് എപ്രിലിയ എടുക്കാതിരിക്കുക. ഇത് ഞാൻ എപ്രിലിയ ചവിട്ടി താഴ്ത്തി പറയില്ല. കുറെ പേരുടെ എക്സ്പീരിയൻസ് വെച്ച് പുതിയ, അതായത് 2019 ശേഷമുള്ള എപ്രിലിയ വെറും വേസ്റ്റ് ആണ്. ഞാൻ ശരിക്കും പറയാം, വെറും വേസ്റ്റ് ആണ്. ഓക്കെ, പക്ഷെ ഒരു BS4 BS3 2018 വരെയുള്ള എപ്രിലിയാസ് ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ്. അതായത് എപ്രിലിയ എന്നുള്ള പേരിന് പറ്റിയ സാധനങ്ങളാണ് BS3 BS4 എഡിഷനിലുള്ള എപ്രിലിയാസ്. പക്ഷെ അത് BS6 വന്നപ്പോഴേക്കും ആ പേരെന്നെ കളയാനുള്ള തരത്തിലായി എപ്രിലിയുടെ ഒരു കാഴ്ചപ്പാട്, അതായത് അല്ലെങ്കിൽ പെർഫോമൻസ്. അങ്ങനെയാണ് ഇപ്പോൾ. അതായത് പലരുടെയും ഒരു പ്രശ്നമാണ്, SR160 എഡിഷൻ ഇറങ്ങിയപ്പോൾ പലരുടെയും പ്രശ്നമാണ് 18, അതായത് 80 എബവ് വണ്ടി കയറില്ല. ഏറി വന്നാൽ 100, അതിലും മേലെ വണ്ടി ഒരിക്കലും കയറില്ല. അതായത് നമ്മുടെ BS4 പോലുള്ള വണ്ടികൾക്ക് കൊടുത്തിരിക്കുന്ന കാർബേറ്റർ ഇതാണ്. ഓക്കെ, അപ്പൊ പക്ഷെ 160 കൊടുത്തിരിക്കുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷനാണ്. ഓക്കെ, അതുകൊണ്ടാവാം, അതെന്താണെന്നറിയില്ല. അതേപോലെ നമ്മുടെ മൈലേജിന്റെ കാര്യത്തിൽ വളരെ ഷോർട്ടാണ്. അതായത് നമ്മുടെ SR150 37 മൈലേജ് പറഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് ഏകദേശം 35 കിട്ടുന്നുണ്ട്, 35-36 കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ റയൽ കൊട്ടാരം കൊണ്ട് ഏകദേശം 34 വരെ കിട്ടുന്നുണ്ട്. എന്നാലും 2 കിലോമീറ്ററാണ് കുറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മറ്റേ SR160യുടെ കാര്യം പറയുകയാണെങ്കിൽ അതിന് ഏകദേശം 25 കിട്ടുന്നു. അതായത് വളരെ 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 കുറവ്. ഓക്കെ, ചിലവർക്ക് 15 കിട്ടുന്നത്. ഞാൻ കുറെ പേരുടെ ചോദിച്ചിട്ടാണ് ഞാൻ അത് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എപ്രിലിയ പുതിയ വണ്ടി എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് എപ്രിലിയ അത്ര ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ BS3 BS4 ഉള്ള പോലുള്ള സെക്കൻഡ് ഹാൻഡ് എപ്രിലിയാസ് എടുക്കുക. അതാവും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനിയല്ല നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാം, ജസ്റ്റ് വണ്ടി എന്നുള്ള ഇതിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൈക്സ് വല്ലതും എടുക്കാം. അതായത് ഈ ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ 30 ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞ് 30-35 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് R15 അല്ലെങ്കിൽ MT15 പോലുള്ള വണ്ടികൾ കിട്ടും. അത് 40-45 മുതൽ ആണ് കമ്പനി മൈലേജ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വളരെ ഇതായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ പുതിയ എപ്രിലിയ എടുക്കണേക്കാളും ഭേദം അങ്ങനെയുള്ള വണ്ടികളാവും എടുക്കാറുണ്ട്. ഓക്കെ, അതാവും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഇപ്പം ഇന്നലെ നമ്മുടെ അറിയണ ഒരാള്, അതായത് അനീഷ് എന്ന പേര്, അപ്പം മൂപ്പര് ഇന്നലെ പോയിട്ട് പുതിയ എപ്രിലിയ ഇറക്കി കൊടുക്കണം. ഫ്രണ്ട് ടയർ അപ്പോഴേക്കും ജാമാണ്. ഓക്കെ, അങ്ങനെ കുറേ പേരുണ്ട്, അങ്ങനെ കുറേ കംപ്ലയിൻസ് ഉണ്ട്. ബാക്ക് ടയർ ജാമാവുക, വണ്ടി കയറാതിരിക്കുക, മറ്റേ അതേപോലെ മൈലേജ് ഷോർട്ട്, പവർ കുറയുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ 2019 മുതലുള്ള എഡിഷൻസിനാണ് ഇമാതിരി കംപ്ലയിൻസ് വരുന്നത്. ഓക്കെ, പിന്നെ എൻടോർക്ക് ഓർ എപ്രിലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു എഡിഷൻ ആണ് വെച്ച് നോക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ചൂസ് എൻടോർക്ക്. ഓക്കെ, ഇനിയല്ല നിങ്ങൾ BS3 BS4 എപ്രിലിയ വെച്ചാണ് എൻടോർക്കിനെ കമ്പയർ ചെയ്യണമെങ്കിൽ ഒരിക്കലും പറ്റില്ല. അതായത് എൻടോർക്ക് 7 അയലത്തെത്തില്ല. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ പറയുകയാണെങ്കിൽ പുതിയ വണ്ടി എടുക്കാൻ, എപ്രിലിയ പുതിയ വണ്ടി എടുക്കാൻ പോയവരാണ് അല്ലെങ്കിൽ നോക്കി വെച്ചവരാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻടോർക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എപ്രിലിയ ഇഷ്ടമാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് എപ്രിലിയ BS4 BS3 ഏതെങ്കിലും മോഡൽ എടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈക്സ് വല്ലതും എടുക്കാം. ഓക്കെ, അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി എന്തിനെ പറ്റി അറിയണം, എപ്രിലിയുടെ വിലയെ പറ്റി അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
ഞാൻ അടുത്ത വീഡിയോ ചെയ്യണമായിരിക്കും. എപ്രിലിയുടെ മാത്രമല്ല നമ്മളെല്ലാ വീഡിയോസും ഓൾറൗണ്ട് കളിക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം കഴിഞ്ഞ വീഡിയോ ഇപ്പോൾ നമ്മുടെ ഒപ്പോ റെനോ 6 Proന്റെ ആയിരുന്നു. ഏകദേശം നല്ല റിവ്യൂ ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടു, അതായത് ബാക്കിയുള്ളവരുടെ കമൻറ്റ്സ് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തിനെ പറ്റിയിട്ടെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അതേപോലെ മറക്കരുത്, എപ്രിലിയുടെ ഏതെങ്കിലും പാർട്സ് നിങ്ങൾക്ക് അവൈലബിൾ അല്ല, നിങ്ങൾ ആകെ പെട്ടിരിക്കുകയാണെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഞാൻ സംഭവം സെറ്റായിട്ട് എത്തിച്ചേരും, കൊറിയർ അയച്ചു തരും ഇവിടുന്ന്. അപ്പോൾ നിങ്ങളുടെ സ്കെയർ ബൈ ബൈ.